ബിഗ് ബോസ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുധി. വീട്ടിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിച്ചതും രേണുവിനായിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ എത്തിയതിനു ശേഷം പ്രതീക്ഷിച്ചതുപോലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ രേണു സുധിക്ക് സാധിച്ചില്ല. വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയോ ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുകയോ ചെയ്യാറില്ല. പലപ്പോഴും ക്യാമറയിൽ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയായി. ഇതിനിടയിൽ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും തനിക്ക് തൻ്റെ മക്കളെ കാണാതിരിക്കാൻ വയ്യെന്നും രേണു സുധി ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ ഇത് പരിഗണിച്ച് രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. ഇതിനുശേഷം പുറത്തെത്തിയ രേണു സുധി ഉദ്ഘാടനവും ആൽബം ഷൂട്ടുകളുമായി തിരക്കിലാണ്. ഇതിനിടയിൽ ഇപ്പോഴിതാ ആദ്യത്തെ വിദേശ ട്രിപ്പിനായുള്ള ഒരുക്കത്തിലാണ് താരം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയപ്പോഴായിരുന്നു ദുബായിലേക്ക് പോകുന്നുവെന്നും 15 ദിവസം അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞത്. തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് കാണാം. ദൈറ എന്ന സ്ഥലത്ത് പാബിലോൺ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പരിപാടിക്കായിട്ടാണ് പോകുന്നതെന്നാണ് രേണു പറയുന്നത്. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും വിമാനത്തിൽ കയറാൻ പേടിയാണെന്നും ലാൻഡ് ചെയ്യുമ്പോഴാണ് പേടിയെന്നും രേണു പറയുന്നു. ബിഗ് ബോസിൽ പിന്തുണച്ച പ്രേക്ഷകർക്ക് രേണു നന്ദി അറിയിച്ചു. ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ്റെ കൈപിടിച്ച് കയറിയെന്നും ഇറങ്ങിയതും അങ്ങനെയായിരുന്നുവെന്നും രേണു പറഞ്ഞു. ഇപ്പോഴും ബിഗ് ബോസ് വൈബിലാണ്. അത് മാറാൻ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് രേണു പറയുന്നത്.